ഹലോ ഡിയേഴ്സ്, നമ്മളിന്ന് നമ്മുടെ ഐലൻഡിൽ നടക്കുന്ന ഈദുമായി ബന്ധപ്പെട്ടുള്ള ചില കാഴ്ചകളാണ് പകർത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഉള്ളത്. ഓൾറെഡി അതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിരവധി കൾച്ചറൽ ഇവൻറ്റുകളും ഗെയിമുകളും അതുപോലെ തന്നെ ഈ നാടിൻ്റെ തനിമ വിളിച്ചോതുന്ന ധാരാളം കലാരൂപങ്ങളുമൊക്കെയാണ് ഈ ഫെസ്റ്റിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഓരോ ദിവസവും ഓരോരോ പരിപാടികളായിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈദാഘോഷങ്ങളുടെ മുന്നോടിയായിട്ട് പലതരത്തിലുള്ള പേടിപ്പെടുത്തുന്ന വേഷങ്ങൾ ധരിച്ച് കുറച്ച് പേര് വന്നെത്തും. ഈ കലാരൂപം കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഓണപ്പൊട്ടൻ, പൊട്ടൻ ദൈവം തുടങ്ങിയിട്ടുള്ള കലാരൂപങ്ങളാണ് മനസ്സിലേക്ക് ഓടി വന്നത്. ഇങ്ങനെ വേഷം ധരിച്ചെത്തുന്ന ഈ ചടങ്ങിനെ ഇവർ വിളിക്കുന്നത് മാലിസ് എന്നാണ്. ഇതിനോടൊപ്പം ഇവരുടെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന പാട്ടുകളും കൂട്ടിനുണ്ട്. ഈ തരത്തിലുള്ള കലാരൂപങ്ങൾക്കും പാട്ടുകൾക്കും വാദ്യമേളങ്ങൾക്കുമെല്ലാം നമ്മുടെ സംസ്കാരവുമായി സാമ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നി. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് പറയൂ. ഈ വേഷധാരികളെല്ലാം കുട്ടികളാണ്. ചെറിയ കുട്ടികൾ ഇത് കണ്ട് കരയുന്നു, ചിലർ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്നു. വേഷധാരികൾ പല സ്റ്റെപ്പോടു കൂടിയിട്ട് നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായി ഒരു അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. കൗതുകകരമായ ഈ ഒരു കാഴ്ചകളും ചടങ്ങുകളും ഒക്കെ കണ്ട ശേഷം രാത്രിയിൽ ഏകദേശം 11 മണിയോട് കൂടിയിട്ട് വീട്ടിലേക്ക് മടങ്ങി. നാളെ രാവിലെ തന്നെ എഴുന്നേൽക്കണം. ധാരാളം കാഴ്ചകൾ ഇനിയും പകർത്താനുണ്ട്. അങ്ങനെ ഈദ് ദിവസം വന്നെത്തി. ഈദ് ദിവസം ഐലൻഡിലുള്ളവർക്ക് എല്ലാവർക്കും ഭക്ഷണം പോർട്ടിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പല വീടുകളിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവന്ന പലതരം ചായ പലഹാരങ്ങളായിരുന്നു ഭക്ഷണത്തിനായിട്ട് ഒരുക്കിയിരുന്നത്. ഈ കാണുന്നതിൻ്റെ എല്ലാം പേരുകൾ എനിക്കറിയില്ല. എന്നാൽ നമ്മുടെ സമൂസ പോലെയുള്ള ചെറുകടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ തനിച്ചായിരുന്നില്ല. ചിന്നുവും അക്ഷയും ശങ്കറും അതോടൊപ്പം അഖിലയും ഒക്കെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വേണ്ട ഭക്ഷണമൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് അവിടെ നിന്ന് തന്നെ കഴിച്ചു.
അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മടങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് തട്ടമിട്ട ഈ ഒരു സുന്ദരിയെ ഞാൻ കാണുന്നത്. പിന്നീട് 9 മണിയായപ്പോൾ ഈദ് ഫെസ്റ്റിൻ്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ കാണാനായി തിരിച്ച് പോർട്ടിലേക്കെത്തി. അപ്പോൾ അവിടെ കണ്ടതാണ് കുട്ടികളെല്ലാവരും കളറുകൾ പരസ്പരം വാരിപ്പൂശി വാട്ടർ ഗൺ ഉപയോഗിച്ചുമെല്ലാം ഹോളി പോലെ കളിച്ചു നടക്കുന്ന കാഴ്ച. കുട്ടികൾ മാത്രമായിരുന്നില്ല, മുതിർന്നവരുമുണ്ടായിരുന്നു. ആ നടത്തത്തിനിടയിൽ കളറിൽ കുളിച്ചു നിൽക്കുന്ന ശങ്കർ സാറിനെ കാണാൻ കഴിഞ്ഞു. എനിക്കും കിട്ടി കുറച്ച് കളറഭിഷേകം. ഏകദേശം 9:30 ആയപ്പോഴേക്കും ട്രഡീഷണൽ വസ്ത്രങ്ങൾ ധരിച്ച കുറച്ചുപേർ അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഒരു ട്രഡീഷണൽ നൃത്തത്തിനായിട്ട് എല്ലാവരും ഒരുങ്ങി നിന്നു. അതിൽ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അധികാരികളോട് ഇവിടുത്തെ ജനങ്ങൾ ആഘോഷം നടത്താനുള്ള അനുവാദം വാങ്ങാൻ വേണ്ടി പോകുന്ന ആ ഒരു ചടങ്ങാണ്. കൂടെ മനോഹരമായിട്ടുള്ള ഇവരുടെ തനിമയാർന്ന ഒരു നൃത്തവും നമുക്ക് കാണാൻ കഴിയും. ഈ ചടങ്ങിനെ ഇവർ വിളിക്കുന്നത് ഈദ് വേദു മദിയൂൺ എന്നാണ്. ഇതിങ്ങനെ തന്നെയാണോ ഉച്ചരിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ മനോഹരമായ നൃത്തത്തിന് അകമ്പടിയായിട്ട് നമ്മുടെ നാട്ടിലെ നാടൻ പാട്ട് ശീലുകൾ പോലെ തോന്നിക്കുന്ന ഇവരുടെ ഒരു ഫോക്ക് സോങ് കൂടെ ഉണ്ടായിരുന്നു. ഇവരുടെ നൃത്തത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരേ രീതിയിലുള്ള ആ ഒരു സ്റ്റെപ്പും അത് എത്ര മനോഹരമായിട്ടാണ് അവർ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്ന കാര്യവുമാണ്. ഓരോരോ ഭാഗങ്ങളിലേക്ക് നൃത്തം എത്തിച്ചേരുന്ന സമയത്ത് അവരുടെ സ്റ്റെപ്പുകളിൽ മാറ്റങ്ങൾ വരുന്നു, അവരുടെ ആ ഒരു ഉപകരണങ്ങളിൽ മാറ്റം വരുന്നു, പാട്ടിൻ്റെ വേഗത കൂടുന്നു, അവരുടെ സ്റ്റെപ്പുകൾക്ക് വേഗത കൂടുന്നു. കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഒന്ന് ചുവട് വെക്കണമെന്ന് തോന്നുന്ന ആ ഒരു രീതിയിലാണ് ഈ ഒരു ഡാൻസ് പെർഫോമൻസ് മുന്നോട്ട് പോയത്. അങ്ങനെ ഒടുവിൽ ജനങ്ങളുടെ ഒരു പ്രതിനിധി അധികാരികളോട് ഈദ് ആഘോഷങ്ങൾ തുടങ്ങാനുള്ള അനുവാദം ചോദിക്കുന്നു. അധികാരികൾ അനുവാദം നൽകുന്നു. അതൊരാൾ മൈക്കിലൂടെ എല്ലാവരെയും അറിയിക്കുന്നു. നമ്മുടെ നാട്ടിലെ പണ്ടത്തെ വിളംബരം പോലെ. ഈ സമയം ഐലൻഡിലെ എല്ലാ ജനങ്ങളും ഈ പോർട്ടിലുണ്ടായിരിക്കും. ഈ കാഴ്ചകൾ കാണാനും ഈ അനുവാദം കേൾക്കാനും എല്ലാമായി. എത്ര മനോഹരമായ ആചാരങ്ങളാണല്ലേ. അതുപോലെ അതിനെ തനിമയോട് കൂടിയിട്ട് ഇവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ നേരുന്നു. മറ്റു കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഈസ് അനിൽ ലിവി സൈനിങ് ഓഫ്. ബൈ ബൈ.